ഈ ഇൻഡസ്ട്രി വലുതാ. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത് ഏകദേശം 20,000 കോടിയുടെ ടേൺ ഓവർ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് 2 ലക്ഷം കോടി കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 20,000 കോടി ടേൺ ഓവർ ഉള്ള സമയത്ത് 100 അടുത്ത് ബെൻസും BMW ഒക്കെ കേരളത്തിലുണ്ടെങ്കിൽ 2 ലക്ഷം കോടി ചെയ്യുമ്പോൾ 1000 ആയിരിക്കില്ല, 10,000 ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഗൾഫ് എന്ന് പറയുന്നത് 1980-കളിലെ അല്ലെ 85-കളിലെ 85-90-കളിലെ ഗൾഫാണ് ഇന്നത്തെ ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് ഗൾഫിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അന്ന് പോയവരൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കണം. ഇന്ന് ഗൾഫിൽ പോയി എത്ര പേർക്ക് വിജയിക്കാൻ പറ്റും? ജീവിക്കാൻ പറ്റും, പക്ഷെ വിജയിക്കാൻ പറ്റുന്നത് എത്ര % ഉണ്ട്? പക്ഷേ ഡയറക്ട് സെല്ലിംഗിൽ അതിനേക്കാളും കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ആ സാധ്യതയാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഡയറക്ട് സെല്ലിംഗിന്റെ സിംപ്ലിസിറ്റി? ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ കോമൺ മാൻ. ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ലളിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ പ്രശ്നമുണ്ട്. എന്താ അറിയോ? സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അങ്ങ് അപ്പീൽ ചെയ്യത്തില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് നമ്മൾ പലപ്പോഴും ലളിതമായിട്ടുള്ള സൊല്യൂഷൻ തപ്പാറില്ല. നമ്മൾ കോംപ്ലിക്കേറ്റഡ് പ്രശ്നത്തിന് കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷനാണ് നമ്മൾ തപ്പിപ്പോകുന്നത്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് ഇപ്പൊ മുബീൻ സാർ വന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടാണെങ്കിലും തുടങ്ങാനുണ്ടായ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഈ കോഴിക്കോട് വന്ന് അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് അല്ല, അതിനേക്കാളും വലിയ ഇൻസ്പിറേഷൻ ഉണ്ട്. എന്റെ വൈഫിന് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. രാവിലെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 4-4.5 വർഷമായിട്ട് ആ സമയത്ത് ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആയുർവേദം നോക്കി, സിദ്ധം നോക്കി, ഹോമിയോ നോക്കി, അലോപ്പതി നോക്കി, അവസാനം പെയിൻ കില്ലറിലായി. രാവിലെ എഴുന്നേറ്റ് എന്നും ചൂടുവെള്ളത്തിനകത്ത് കാല് മുക്കുന്നു, ഉടനെ തണുത്ത വെള്ളത്തിനകത്ത് കാല് മുക്കുന്നു. ഇങ്ങനെ മാറി മാറി മുക്കിയാലേ ഇയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ പട്ടാമ്പിയിലുള്ള ഒരു വലിയൊരു ആയുർവേദ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട്. രാവിലെ കോട്ടയത്ത് 4 മണിക്ക് ഓടി വൈകുന്നേരം 6 മണി വരെ ഇവിടെ ക്യൂ നിന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നടന്നില്ല. ആ സമയത്താണ് മുബീൻ സാർ കുറെ പ്രൊഡക്റ്റ് കൊണ്ട് എന്റെ ഏൽപ്പിച്ചിട്ട് പോയി. 35,000 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോറി നല്ല പ്രൊഡക്റ്റാണ്. ഈ സാധനം എല്ലാം കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയി. ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്. വർഷങ്ങളോളം ആയുർവേദ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിനോട് ഞാൻ പോയി ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ദിവസം പോയി കണ്ടു. ഞാൻ ചോദിച്ചു, ഈ പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അങ്ങനെ പ്രശ്നമൊന്നും കണ്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഉപ്പൂറ്റി വേദനയ്ക്ക് പറ്റിയ സാധനം എന്താണെന്ന്. അദ്ദേഹം ബ്ലഡ് പ്യൂരിഫയറും വുമൺ കമ്പാനിയനും കഴിക്കാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, 3 ആഴ്ച കൊണ്ട് എൻ്റെ വൈഫിന്റെ ആ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമായി. 6 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി പോയി എന്നുള്ള പെയിൻ കില്ലർ കഴിക്കാതെ നടക്കാൻ പറ്റിയ സിറ്റുവേഷൻ എൻ്റെ വൈഫിന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് എന്തോ ഗുണമുണ്ട്. പിന്നെ ഞാൻ ഉടനെ ബിസിനസ് വല്ല ചെയ്ത് ഈ പ്രൊഡക്റ്റ് കൊണ്ട് നേരെ തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരത്ത് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ ആനന്ദിനെ പോയി കണ്ടു. അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ള ഒരാളുടെ വഴി അദ്ദേഹത്തിനെ പോയി കണ്ടു. എന്താ കാര്യം എന്താ അറിയും? ഇതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ടോന്ന് അറിയണം. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എന്തോ സ്റ്റിറോയിഡ്സ് ഉണ്ടെന്നാണ്. അപ്പൊ അദ്ദേഹം ആയുഷിന്റെ ഡോക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുത്തി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നല്ല ആയുർവേദ പ്രൊഡക്റ്റുകൾക്ക് അതിന്റെ ഗുണം എന്താണ് അന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ചെയ്യാം എന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് കൈ വെച്ചിട്ടാണ് നമ്മൾ മറ്റൊരു ജോലി തപ്പി ഗൾഫിൽ പോകുന്നത്, മറ്റൊരു ബിസിനസ് തപ്പി വേറെ ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പൊ എന്റെ കൂടെ വന്നൊരു പയ്യന് ബിസിനസ് തുടങ്ങി, അവന് ചെയ്യാൻ പറ്റില്ല. അവൻ പോയി കൊറിയർ സർവീസ് തുടങ്ങി. കൊറിയറിന്റെ രണ്ട് ഫ്രാഞ്ചൈസി എടുത്തു. ഞാൻ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കണ്ടപ്പോൾ 6.5 ലക്ഷം രൂപയാണ് അവൻ്റെ കയ്യിൽ പോയത്. ഞാൻ പറഞ്ഞാൽ നീ എന്നോട് 6 ലക്ഷം രൂപ പോവുകയെന്നല്ല, വേറെ 1 രൂപ പോലും പോവുകയല്ല. ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ നഷ്ടമൊന്നും വരികയില്ലായിരുന്നല്ലോ. ഇതിന് ആലോചിച്ചു, 6.5 ലക്ഷം രൂപയാണ് ഒരു കൊറിയറിന്റെ ഫ്രാഞ്ചൈസിയിൽ ഒരു പയ്യന് നഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ബിസിനസ് ചെയ്യണമെങ്കിൽ ലളിതമായിട്ടുള്ള ബിസിനസ്സുകൾ നമ്മൾ നോക്കിയാൽ ഈ ബിസിനസ്സിനകത്ത് ഒരു സാധാരണ മനുഷ്യനെ എത്തുന്ന ഒരു വലിയ ബിസിനസ്സാണ്. ഇതൊരു ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ചെയ്യാം. ഇതാരും ഫുൾ ടൈം ആയിട്ട് തുടങ്ങാറില്ല. പലപ്പോഴും ഫുൾ ടൈം ആയിട്ട് തുടങ്ങുന്നവരെ ഇപ്പൊ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഇന്ന് ഞാൻ പലരോടും പറയാറുണ്ട്, ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ആസ് എ ഫുൾ ടൈം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് തുടങ്ങുക. കാരണം നിങ്ങൾ ചിലപ്പോൾ 3, 4, 5 മാസം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഞാനും കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മൈ ലൈഫ് തുടങ്ങിയത്. 23ഓളം ആൾക്കാരെ പ്ലാൻ കാണിച്ചു. 23 പേര് നടക്കിയാലെന്ന് പറഞ്ഞു. 23ഓളം ആൾക്കാർ. എനിക്ക് ദേഷ്യം വന്നു, സങ്കടം വന്നു, കരച്ചിൽ വന്നു. എന്റെ വൈഫാണ് എന്നോട് പറയാം, നമുക്ക് വേണ്ട, നിർത്താം, കാരണം നമുക്ക് വേറെ പണിയുണ്ട്, ആ പണിയിട്ടിട്ടാണ് പോകുന്നത്. ഈ മൈ ലൈഫ് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കോട്ടയം ടൗണിൽ തന്നെ നല്ലൊരു വീടുണ്ട്, 14,600 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 2 കാറുണ്ട്, 2 ഹോണ്ട സിറ്റി, ഒരെണ്ണം ഫ്രീ കിട്ടിയതൊന്ന് വൈഫ് ഓടിയത്, 2 കാറുണ്ട്. എനിക്ക് വലിയ 55-ഇഞ്ചിന്റെ TV എന്റെ വീട്ടിൽ അന്നുണ്ട്. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്. എനിക്ക് ഹൗസിംഗ് ലോൺ ഒരു 10-20,000 രൂപ ഒരു കടവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഒരു പുറത്തുനിന്ന് നോക്കിയാൽ മുബീൻ മുഹമ്മദ് അല്ലാതെ വേറൊരാളൊന്ന് പ്ലാൻ കാണിക്കാൻ ധൈര്യം പോലും കാണിക്കാൻ അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ അന്നും ഫാമിലി ആയിട്ട് ഫോറിൻ ട്രിപ്പിന് പോകും. അന്നും ഞങ്ങൾ ഷിംലയിൽ പോകാറുണ്ട്. ഞങ്ങൾ ഒരുപക്ഷെ ഞാൻ അന്ന് വീടൊക്കെ പെയിന്റ് ചെയ്തൊരു 4-5 ലക്ഷം രൂപ മുടക്കി ഇന്ത്യയിലൊക്കെ മാറി കഴിഞ്ഞിട്ട് ആ സമയത്താണ് മുബീൻ സാർ വീട്ടിൽ വരുന്നത്.
അദ്ദേഹം വന്നതിന്റെ 3-ാം ദിവസം ഞങ്ങൾ ട്രിപ്പ് പോവാ. എങ്ങോട്ടാണെന്നറിയോ? ഷിംല. ഡൽഹിയിൽ 4 ദിവസം, 3 ദിവസം ഷിംല. ഞങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു 8-10 ദിവസത്തെ ട്രിപ്പാണ് പോവുക. ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്താണ് ഈ മൈ ലൈഫ് തുടങ്ങാനായിട്ട് ഞാൻ വരുന്നത്. ഞാൻ ആ സമയത്ത് ജീവിക്കാനുള്ള മാർഗം കണ്ട് ബിസിനസ് വന്നതല്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, 3 നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ ബിസിനസ് ചെയ്യുന്നത് അല്ല ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനോജ് സാർ രാവിലെ പറഞ്ഞ് അഗെയിൻ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, മോഹൻ സാർ അദ്ദേഹത്തിനോട് പറഞ്ഞ്, ഇത് വിജയിക്കുന്നവരെ നിലനിൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഭാവി നിങ്ങൾക്ക് എഴുതി വെക്കാനും പ്രവചിക്കാനൊന്നും പറ്റില്ല. സാധാരണ ഒരു എംപ്ലോയി ആയിരുന്ന വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ നിങ്ങൾ ആ ലെവലിൽ എത്താൻ സാധിച്ചതെന്താണ്? ഈ ബിസിനസിന്റെ സിംപ്ലിസിറ്റിയാണ്. പക്ഷെ കുഴപ്പം ഇതാണ്, കോമൺ സെൻസ് എന്നുള്ള ഒരു സാധനം മനുഷ്യന് വളരെ കുറവാണ്. ഈ ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പാലക്കാട് ഒരു പാർട്ടി എന്തുകൊണ്ട് വിജയിച്ചു പരാജയപ്പെട്ടു നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. വയനാട് സംഭവിച്ച എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. ഇനി മഹാരാഷ്ട്രയിലോ ജാർഖണ്ഡിലോ സംഭവിച്ചു പോലും നിങ്ങൾക്ക് അറിയാം. സ്വന്തം വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഇതെങ്ങനെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ അറിയത്തില്ല. എന്താ കാര്യം? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്കറിയാവുന്ന ഏക പരിപാടി ജോലി. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ ഒരു ജോലി വിട്ടാൽ അടുത്ത ജോലി കിട്ടണം. ഇതല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാമെന്നും അതിന് ഭാവി ഉണ്ടെന്നും ഇതിനൊരു സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കി ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. 23 പേരെ പ്ലാൻ കാണിച്ചതിനകത്ത് ഞാൻ നേരത്തെ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്റെ അറ്റൻഡർ ആയിരുന്ന ഒരു പയ്യനുണ്ട്. അവനെ വിളിച്ച് ഒരു ദിവസം പ്ലാൻ കാണിച്ചു. അവൻ പറഞ്ഞു, സാറിന് നാണമില്ലേ ഇത് ചെയ്യാൻ? ഞാൻ പറഞ്ഞാൽ എനിക്ക് നാണമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നിനക്ക് നാണമില്ലാത്തതുകൊണ്ടല്ലേ നീ ജോലിക്ക് പോകണം, എനിക്കിത് ചെയ്യാൻ ഒരു നാണക്കേടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ എൻ്റെ വൈഫിന്റെ ഒരു ബ്രദർ ഉണ്ട്, കസിൻ ബ്രദറാണ്. ആ പുള്ളിയാണ് എൻ്റെ ഏറ്റവും വലിയ ഉപദേശകൻ. ടെക്നിക്കലി ഞാൻ ബ്രദറിലാണല്ലോ. എൻ്റെ അടുത്ത് അറിയാം, ഭയങ്കര ഉപദേശം രാവിലെ ഉച്ചയ്ക്കൊക്കെ. പുള്ളിയുടെ കഥ എനിക്കറിയാം. കാരണം പുള്ളിക്കൊരു ഈ റബ്ബറിന്റെ മിക്സിംഗ് യൂണിറ്റാണ്. ഈ റബ്ബറിന്റെ മിക്സിംഗ് യൂണിറ്റ് ഒരു ദിവസം കറങ്ങിക്കൊണ്ടിരുന്നപ്പം അതിന്റെ ഫൗണ്ടേഷൻ പോയിട്ട് 10-30 ലക്ഷം രൂപ നഷ്ടം വന്നപ്പോൾ ഞാനാണ് പുള്ളിക്ക് പൈസ കൊടുത്തു വേറെ മെഷീൻ മേടിക്കാൻ. ആ പുള്ളിയാണ് വന്ന് എന്നെ ഉപദേശിക്കുന്നത്. മതിയായതല്ല, നമുക്ക് ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒന്നും മതിയായില്ലേ, പ്രശ്നങ്ങളാണ് ദൈവാധീനം കൊണ്ട് ഊരിപ്പോയതാ, ഇത് ചെയ്യാൻ പാടില്ല. എന്തുമാത്രം ഉപദേശം കണ്ടെന്നറിയോ? ആ ഉപദേശങ്ങളെല്ലാം ഒരു ബുക്കിനകത്ത് എടുത്ത് തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ഈ ഉപദേശമൊന്നും കേട്ട് നമ്മൾ കേൾക്കാൻ നിന്നില്ല, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ പോയി. ഇത്രയുള്ള സംഭവം. എന്നിട്ട് ഈ ചങ്ങാതിയുടെ മോന്റെ കല്യാണത്തിന് ഞാൻ ജാഗോർ മേടിച്ചിട്ട് ആ ജാഗോറിനകത്ത് പോയി. ഇപ്പോഴും പുള്ളിയുടെ DP ഇട്ടിരിക്കുന്ന മക്കള് എന്റെ ജാഗോറിന്റെ സൺറൂഫ് തുറന്ന് ഭാര്യ ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. ഞാൻ പറഞ്ഞൊരു ഉളുപ്പ് വേണം മനുഷ്യനായാലും. എന്നെ കളിയാക്കി ആ പുള്ളിക്ക് അന്നത്തെ സ്വിഫ്റ്റിന്റെ ഇപ്പോഴും ടയർ മാറിയിട്ടില്ല. 7 വർഷം മുമ്പ് എന്നെ ഉപദേശ പുള്ളി അന്നത്തെ സ്വിഫ്റ്റിന്റെ ടയർ ഇന്നും മാറിയിട്ടില്ല. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും, വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് പറ്റും?